നല്ലതാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ ഏറ്റെടുത്ത പ്രോജക്റ്റ് അത് പക്കയാണ്. നാഷണൽ ഹൈവേ ആയിക്കോട്ടെ, ഇനി മെട്രോ ആയിക്കോട്ടെ, വല്ലാർപാട് ആയിക്കോട്ടെ, എനിക്ക് എത്ര പ്രൊജക്ടുകൾ കാണണം. ഒരു വകുപ്പിനെതിരെ ഒരു അഴിമതി, ഒരു ചെറിയ തെളിവ് കാണിച്ചാട്ടി വെറുതെ നിന്നിക്കാണ്ട് പത്രക്കാരോട് വന്നിക്കാണ്ട് അത് അഴിമതി ഇത് അഴിമതി ഇത് പറയലില്ല. ഇതാണ് അഴിമതി അറിയാണ്ട് ഇപ്പത്തെ ഇലക്ഷനിൽ കണ്ടോന്നല്ല, ഞമ്മക്ക് തെറ്റുണ്ടേ തിരുത്തും. പക്ഷെ ഞാൻ പറഞ്ഞ ആൻസർ പറയും, ഒരു അഴിമതി. നിങ്ങള് മറ്റേ ശബരിമല അയ്യപ്പന്റെ ഇത് കട്ടു, സ്വർണം കട്ടു, മറ്റേ കട്ടു പിടിച്ചവരും വേണം. പക്ഷെ അതെന്ന് പറഞ്ഞാല് ഭരണവകുപ്പായിട്ട് ഒരു ബന്ധമില്ലാത്ത കേസാണ്. ഈ നികുതിദായകരെ ഞാൻ അടക്കം കൊടുക്കേണ്ട മറ്റേ GST ആയിട്ടും നികുതി ആയിട്ടും ഫീസായിട്ടും കൊടുക്കുന്ന പൈസന്ന് ഗവൺമെന്റ് വകുപ്പിന്ന് ഒരഴിമതിന്റെ ഒരു തെളിവ് കണ്ടില്ലല്ലോ. ഇനി കിട്ടൂല. ആൾക്കാർക്ക് അന്തം വെച്ചു. ചോദിച്ചത് ഒരു വകുപ്പ് ഇപ്പൊ സാമൂഹികപരമായിട്ടും നയപരമായിട്ടും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികം. അതിലിപ്പോ ഞാൻ സഖാവാണ്, മറ്റോ സഖാവാണ്, മേലുള്ള സഖാക്കന്മാരെല്ലാരും പറഞ്ഞു അതേപോലെ അനുസരിച്ചാണ്. അത് നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല. അതായത് പാർട്ടി ഒരു തെറ്റ് ചെയ്താല് അതിന്റെ താഴെ തട്ടിൽ ജനങ്ങൾ തിരുത്തും. അത് തിരുത്തണം. തിരുത്തിയാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളൊരു പാർട്ടി ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു അഴിമതിയോ ഒരു മറ്റേ എന്താണ് സ്വപക്ഷവാദമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങളെ കയ്യില് ഇവിടെ മോഡി ഭരിച്ചാണ്, BJP എങ്ങനെയെങ്കിലും ഇതിനുള്ള കൂടി ഒരു മറ്റേ സൂചി കുത്താൻ പറ്റുമോ നോക്കി നടക്കണാണ്. അങ്ങനത്തെ ഒരാൾക്കാര് ഇത്രയും മറ്റേ എന്താ പറയാ എൻഫോഴ്സ് ആയിക്കോട്ടെ, ED ആയിക്കോട്ടെ, അത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് വന്നിട്ട് എന്താണ് കണ്ടെത്തിയത്? പിന്നെ ജനങ്ങളെ മുന്നിൽ തന്നെ പൊടി ഇതിനൊന്നും ഞാൻ മറുപടി പറയില്ല. ഇതിനൊക്കെ കമന്റ് ബോക്സിൽ പറയും. കൊറേ പൊടി പാറ്റി കഴിയൂല. പണ്ടത്തെ പോലെ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളല്ല, സ്പെഷ്യലി കേരളീസ് അത്യാവശ്യം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടും ലോക വിവരവും അത്യാവശ്യം ബുദ്ധിയും